സുഹൃത്തുക്കളെ, നിങ്ങളുമായി പങ്കിടുന്നത് ഒരു ദൈവവചനമാണ്. പരിഹാസി നിന്നെ പകയ്ക്കാതിരിക്കേണ്ടതിന് നീ അവനെ ശാസിക്കരുത്. ജ്ഞാനിയെ ശാസിക്കുക, അവൻ നിന്നെ സ്നേഹിക്കും. സഹർഷവാക്യം 9-ാം അധ്യായം 8-ാം വാക്യം. ഇതിൻ്റെ അർത്ഥമെന്ന് പറഞ്ഞാൽ, നമ്മൾ പരിഹാസിയും തോന്നിവാസമായിട്ടും മോശമായ രീതിയിൽ കിടക്കുന്നവരെ നമ്മൾ നന്നാക്കാൻ ചെന്നാൽ നമ്മളോട് പരിഹാസിയായിരിക്കും. അതുകൊണ്ട് നല്ലവരോട് മാത്രം നമ്മൾ നല്ലത് പറയുക, അവർ നമ്മളെ സ്നേഹിക്കും. പക്ഷേ പരിഹാസിയെ നമ്മൾ നല്ലതാക്കാൻ ചെന്നാൽ നമ്മളോട് പരിഹസിച്ച് പോകത്തേയുള്ളൂ. അതുകൊണ്ട് പരിഹാസിയെ നിങ്ങൾ ശാസിക്കാൻ പോകരുത്, നിങ്ങളുടെ ശാസന കേൾക്കും. അതുകൊണ്ട് ജ്ഞാനിയോട് മാത്രം കൂട്ടുകൂടുക. ഇനി ഒരു ഗാനം കേൾക്കാം. എൻ്റെ ദൈവം മഹത്വത്തിൽ ആർദ്രവാനായി തിരുമു സാധു ജ്ഞാനി ശോണിതന്നിൽ പേശി ഏതും കാര്യമില്ലെന്നെൻ്റെ ഉള്ളം കല്ലുന്നു വൈഷമ്യമുള്ളതുകുന്നു കരകേറി നടകൊള്ളുക രക്ഷകനൻ കാലുകൾക്കു വേഗമാ തീർന്നൻ പാതയിൽ ഞാൻ അനിനെ പോലൊടിടുന്നു ആരുമേനിക്കില്ലെന്നോ ഞാൻ ഏകനായി തീർന്നുവെന്നു മാനസത്തിലാതിപോലും ഖേദിപ്പ എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമത്തിൽ ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയാ തീർന്നൻ പാതയിൽ ഞാൻ അനിനെ പോലൊടിടുന്നു എൻ്റെ നിത്യ സ്നേഹിതന്മാർ ദൈവദൂത സംഗമം ഇപ്പോഴവർ ദൈവമുമ്പിൽ സേവയാ കാക്കകളെ വിചാരിപ്പി വിതയില്ല കൊയ്ത്തുമില്ല ദൈവമാവയ്ക്ക വേണ്ടതെല്ലാം നൽകുന്നു ഇല്ലി പുഷ്പങ്ങൾക്കും അവൻ ശോഭ നൽകുന്നു ദുഃഖിതനായി ഓടിപ്പോയി ഞാൻ മരുഭൂവിൽ കിടന്നു എന്നെ ഓർത്തു ദൈവദൂതർ വന്നു ഏറ്റവും സ്നേഹച്ചൂടോ അപ്പവുമായി വന്നു പത്മദ്വീപിൽ ഏകനായി വസിച്ചാലും സ്വർഗം തുറന്നെൻ്റെ പ്രിയൻ വന്നിടുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.